Hello heute, guten Tag, ich heiße Alan. Welcome back to German Series Part 4. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ്സ് ആൻഡ് പ്രൊണൗൺസിയേഷൻ പഠിച്ചു. അതുപോലെ വൊക്കൻഡാഗ് ഡേയ്സ് ആൻഡ് വീക്സ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊണൗൺസിയേഷൻ അതുപോലെ കോഞ്ചുഗേഷൻ. അതിന്റെ കോഞ്ചുഗേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക്. ഈ ലെസണിൽ പേഴ്സണൽ പ്രൊണൗൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. ജർമ്മൻ ഭാഷയിൽ പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയും. നൗണുകൾക്ക് അതായത് നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങളെ പറയുന്നതാണ് പേഴ്സണൽ പ്രൊണോമൻ. പേഴ്സണൽ പ്രൊണോമൻ ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിലുള്ള പേഴ്സണൽ പ്രൊണോമൻ ബേസ് ചെയ്തുകൊണ്ട് ഈ ജർമ്മൻ ഭാഷയിലെ പേഴ്സണൽ പ്രൊണോമൻ പഠിക്കാം. അത് നമുക്ക് സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഇഷ്, ഇഷ്, ഐ, ഞാൻ എന്നുള്ള മീനിങ്. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ രണ്ട് തരമുണ്ട്. ഒന്ന് ഫോർമൽ ആയിട്ട് പറയുന്നതും മറ്റൊന്ന് ഇൻഫോർമൽ ആയിട്ട് പറയുന്നതും. ഇൻഫോർമൽ ആയിട്ട് നീ എന്നൊക്കെ പറയുന്നത്, നീ അല്ലെങ്കിൽ ബഹുമാനത്തോട് പറയുന്നത് താങ്കൾ മലയാളത്തിലാണെങ്കിൽ. ഇംഗ്ലീഷിൽ പക്ഷെ രണ്ടിനും യു എന്നാണ് പറയുക. ജർമ്മൻ ഭാഷയ്ക്ക് മലയാളത്തിൽ എന്നതുപോലെ തന്നെ രണ്ട് സെക്കൻഡ് പേഴ്സൺ ഉണ്ട്. ദു, ദു, യു, അത് നീ എന്നുള്ള അർത്ഥം. അടുത്ത് ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെ പറയുന്നത് ഫോർമൽ ആയിട്ടുള്ളത് സി, സി, യു, അതും യു, താങ്കൾ എന്ന് പറയുന്നത്. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ അവൻ, അവൾ, അത്, ഹി, ഷീ, ഇറ്റ്. അതിന് എർ, എർ, അതായത് ഹി, അവൻ. നെക്സ്റ്റ് സി, സി, ഷീ, അവൾ എന്ന് പറയും. തേർഡ് പേഴ്സൺ സിംഗുലർ മൂന്നാമത്തത് എസ്, യെസ്, ഇറ്റ്, അത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് മൂന്ന് പേഴ്സൺസിലും പ്ലൂറലും നോക്കാം. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറല് വിയർ, വിയർ, വി എന്നുള്ളത് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ. അടുത്തത് സെക്കൻഡ് പേഴ്സൺ പ്ലൂറല്. നമ്മൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലറിൽ രണ്ടെണ്ണം പറഞ്ഞു, രണ്ടിനും സെപ്പറേറ്റ് പ്ലൂറലുണ്ട്. ദൂവിന്റെ പ്ലൂറൽ വരുന്നതാണ് ഇയർ, ഇയർ. ഇതിന് ഇയർ എന്ന് പറയുമ്പോൾ ഈ എച്ച് നമ്മൾ ഇവിടെ സൈലന്റ് ആയിരിക്കും, എച്ച് സൈലന്റ് ആയിരിക്കും. ഇയർ, ഇയർ എന്നേ പറയത്തുള്ളൂ. അതിന് മീനിങ് യു, നിങ്ങൾ, നിങ്ങൾ എന്നുള്ള മീനിങ്. അടുത്ത സീന്റെ പ്ലൂറല് സി തന്നെ, സി, യു, താങ്കൾ. അടുത്ത തേർഡ് പേഴ്സൺ പ്ലൂറല്. തേർഡ് പേഴ്സൺ സിംഗുലറിൽ നമ്മൾ പറഞ്ഞു ഹി, ഷീ, ഇറ്റ്. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഒറ്റ പ്ലൂറൽ മാത്രമേ ഉള്ളൂ, ദേ. അതുപോലെ ജർമ്മനിലും ഒറ്റ പ്ലൂറലേ ഉള്ളൂ, സി, സി, ദേ, അവർ. ഇവിടെ സി പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും നമ്മൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നത്. വെർബിന്റെ കോഞ്ചുഗേഷൻ പഠിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഡിഫറൻസ് കൂടുതൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പേഴ്സണൽ പ്രൊണോമൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇഷ്, ദു, സി, എർ, സി, യെസ്, വിയർ, ഇയർ, സി, സി. ഇനി നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ബേസിക് വെർബുകളാണ് ടു ബിയും ടു ഹാവ്. ഐ ആം, ഐ ഹാവ്. അപ്പോൾ അതിൽ ജർമ്മനിൽ പറയുന്നതാണ് ടു ബിയുടെ മീനിങ് വരുന്നതാണ് സൈൻ. അതുപോലെ ടു ഹാവിന്റെ മീനിങ് വരുന്നതാണ് ഹാബ്. ഈ രണ്ട് വെർബുകളിലെ കോഞ്ചുഗേഷൻ നമുക്ക് നോക്കാം. ഇഷ് ബിൻ ഫസ്റ്റ് പേഴ്സൺ, ഇഷ് ബിൻ, ഐ ആം. ഇനി സെക്കൻഡ് പേഴ്സൺ സിംഗുലറില് പേഴ്സണൽ പ്രൊണോമൻ രണ്ട് ഫോം ഉണ്ട്, രണ്ടിലും വേറെ വേറെ രീതിയിലായിരിക്കും വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്. ദു ബിസ്ത്, ദു ബിസ്ത്, യു ആർ. സീൻ്റെത് സി സിന്ത്, സി സിന്ത്, യു ആർ തന്നെയാണ് മീനിങ്. ഇനി റെസ്പെക്റ്റോട് കൂടിയത്. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ മൂന്ന് ഫോം ഉണ്ട്, ഹി, ഷീ, ഇറ്റ്, എർ, സി, എസ്. മൂന്നിനും ഒരേ രീതിയിലായിരിക്കും വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്. എർ ഇസ്റ്റ്, സി ഇസ്റ്റ്, എസ് ഇസ്റ്റ്. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഇനി പ്ലൂറൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വിയർ സിന്ത്, വിയർ സിന്ത്.
വി ആർ എന്നാണ് മീനിങ്. സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ അവിടെ രണ്ട് ഫോം ഉണ്ട്. ഇയർ സൈഡ് യു ആർ എന്നുള്ള മീനിങ്. സി സിന്ത് ഫോർമൽ ആയിട്ടുള്ള സി സിംഗുലറും പ്ലൂറലും സെയിം ആണ്, ഒരുപോലെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത്. സി സിന്ത്. ഇനി തേർഡ് പേഴ്സൺ പ്ലൂറല് സി സിന്ത്, അവിടെ സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സി സിന്ത് ദേ ആർ എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ടിടത്തും ഒരേപോലെയാണ് വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. സി സിന്ത്. ഇവിടെ തേർഡ് പേഴ്സൺ പ്ലൂറലില് സി സിന്ത് തന്നെയാണ്, പക്ഷെ ഇവിടെ സ്മോൾ ലെറ്റർ ആണ് മാത്രം. ഇനി നമുക്ക് ഹാബൻ എന്നുള്ള വെർബിന്റെ കോൺജുഗേഷൻ നോക്കാം. ടു ഹാവ്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഇഷ് ഹാബെ, ഐ ഹാവ്. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ദു ഹാസ്റ്റ്, യു ഹാവ് എന്ന് പറഞ്ഞു. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ എർ ഹാഡ്, സി ഹാഡ്, യെസ് ഹാഡ്, he has, she has, it has. ഇനി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ wir haben, we have എന്നാണ്. അടുത്തത് സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ihr habt. സോ ഇന്ന് നമ്മൾ സൈൻഡിയ ഹാബിന്റെ വെർബ് കോൺജുഗേഷൻ ആണ് പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കുക. തുടർന്നും പഠിക്കുമ്പോൾ ഇത് നമുക്ക് ആവശ്യമാണ്. ഇതില്ലാതെ നമുക്ക് പഠിക്കാനായിട്ട് തുടർന്നുള്ള സെക്ഷനില് തുടർന്നുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കുക. Follow the channel to get more videos of the same. Choose.